ഇരു മുന്നണികൾക്കും തുല്യ സാധ്യതയാണ്. തീർച്ചയായും അതാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ 4 ദിവസം മുമ്പ് ഈ സർവേ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു സൂചനയാണ്. സൂചന മാത്രം. ഈ സൂചനയുടെ വെളിച്ചത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ, ഇനി വേണ്ട സ്ട്രാറ്റജികളൊക്കെ തീരുമാനിക്കാം. അപ്പോഴും ഇത് കേരളമാണ്. അനുനിമിഷം അനുദിനം രാഷ്ട്രീയം മാറും. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം മറിച്ചിലുകൾ, രാഷ്ട്രീയ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇതെല്ലാം വോട്ടിങ്ങിനെ പ്രതിഫലിക്കും. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ഥാനാർത്ഥികൾ നിരന്നു കഴിഞ്ഞാൽ ആരൊക്കെയാകും പരസ്പരം മത്സരിക്കുക എന്നുകൂടി വ്യക്തമായാലേ ഈ മത്സരചിത്രം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോഴാണ് കുറച്ചുകൂടി ജനങ്ങൾക്ക് ഇപ്പോ യഥാർത്ഥത്തിൽ സിറ്റിംഗ് MLA-മാർക്ക് ഒരു അൺഡ്യൂ അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്, അല്ലേ? ഉറപ്പായിട്ടും നിലവിലുള്ള MLA-മാർക്ക് സിറ്റിംഗ് MLA-മാർക്ക് അൺഡ്യൂ അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ തന്നെ ഇടതുമുന്നണിക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അവരുടെ MLA-മാരുടെ എണ്ണം കൂടുതലാണ്. അതെ, ആ അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ഈ സർവേയിൽ പ്രതിഫലിച്ചത്. അപ്പോൾ ഇപ്പോഴുള്ള സിറ്റിംഗ് MLA-മാരുടെ ജനപ്രീതിയെ മറികടന്ന് അല്ലെ അവർക്ക് ഒപ്പം വെക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ UDF പാനലിൽ അവതരിപ്പിച്ചാൽ മാത്രമേ ഈ 73ലേക്ക് അവർക്ക് എത്താൻ പറ്റൂ. ഈ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ അവർക്ക് അപ്രതീക്ഷിതമായ വിജയം നേടാൻ പറ്റും. അപ്പം സ്ഥാനാർത്ഥിയുടെ, നമ്മുടെ ചോദ്യത്തിൽ നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് എന്ത്? ഏകദേശം 13% ആൾക്കാർ പറഞ്ഞത് സ്ഥാനാർത്ഥിയുടെ മികവ് ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ഘടകമാണ്. ഇപ്പോൾ ലോക്സഭയിൽ അതൊരു ഘടകമല്ലെങ്കിൽ പോലും നിയമസഭയുടെ ഘടകമാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ അടുത്ത ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളായി വരുന്നവർ മണ്ഡലത്തിൽ പെർഫോം ചെയ്യുന്നതിനെ പറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ അഖില, ഞാനപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രവചനം ഇതാണ് മൂഡ് എന്ന് നിങ്ങൾ പറയുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് കുറച്ചുകൂടെ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു മുന്നണി മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളം? നിലവിൽ അത് നമുക്ക് ഓരോ ദിവസം ഓരോ രാഷ്ട്രീയ മണ്ഡലങ്ങൾ മാറുമല്ലോ. ഇപ്പം നാട്ടികയിലുണ്ടായ സംഭവം അല്ലെങ്കിൽ പേരാവൂരുണ്ടായ സംഭവം ഓരോ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ ഘടകമായി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വളരെ ചെറിയ മാർജിനിലാണ് ഇരു മുന്നണികളും ആ കേവല ഭൂരിപക്ഷം കിടക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ മുമ്പോട്ട് പോകാനും പിമ്പോട്ട് പോകാനുള്ള സാധ്യത കൂടും. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഏകദേശം ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞു ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണം, ഏത് മുന്നണി അധികാരത്തിൽ വരാനാണ് ആഗ്രഹമെന്നവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ വോട്ടിംഗ്, മലയാളിയുടെ മനസ്സ് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സ്വിച്ചിന് മുമ്പിൽ പോയി മാറിപ്പോകുന്ന ഘടകങ്ങളുണ്ട്. ഒരുപാട് ഘടകങ്ങൾ മാറ്റം വരാം. കുറച്ചും കൂടി ചിത്രം കൃത്യമായി വ്യക്തമാകും. ഈ പറഞ്ഞ സ്ഥാനാർത്ഥികൾ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചിത്രങ്ങൾ മനസ്സിലാവും. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ യഥാർത്ഥത്തിൽ ഒരു സ്റ്റാറായി മാറിയ ഒരു കാലഘട്ടമാണത്. അവർക്ക് യഥാർത്ഥത്തിലുള്ള വാല്യൂ ജനങ്ങൾ കൊടുക്കുന്നു. അല്ല, സമീപനം മാറി ജനങ്ങളുടെ രാഷ്ട്രീയക്കാരോടുള്ള അല്ലെങ്കിൽ MLA-മാരുള്ള മുമ്പ് നമ്മൾ 10 വർഷം മുമ്പൊക്കെ സർവേ ചെയ്യുമ്പോഴുള്ള രാഷ്ട്രീയത്തോട് താല്പര്യമില്ല MLA, ആ രീതിയൊക്കെ മാറി. ആളുകൾക്ക് MLA-മാരുടെ സ്നേഹവും അവർ നന്നായി കാര്യങ്ങൾ അപ്പം നന്നായി ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി, അപ്പം നമ്മുടെ കേരള പൊളിറ്റിക്സ് കുറച്ചുകൂടി ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഉണ്ടെന്ന് പറഞ്ഞത് അത് അന്വർത്ഥമായിരിക്കുകയാണ്. ഭേദപ്പെട്ട ഇപ്പം ഞാൻ കക്ഷി രാഷ്ട്രീയം പറയുകയല്ല, നമ്മുടെ MLA-മാരിൽ ഭൂരിഭാഗം പേരും അവരുടെ മണ്ഡലങ്ങളും ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്കൊരു എതിർ രാഷ്ട്രീയ പാർട്ടി ശക്തമായി എതിർക്കുമ്പോഴും അവർക്ക് ശരാശരിക്ക് മുകളിൽ ഭൂരിഭാഗം MLA-മാർക്കും പ്രവർത്തിക്കാൻ കഴിയുന്നത്. അപ്പം വളരെ ശക്തമായ മത്സരമാണ്. ഇരു മുന്നണികൾക്കും അവകാശവാദം ഉന്നയിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങൾ വളരെ 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 നിർണായകമാണ്. ഇത് മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്, ശരിക്കും ഏർലി മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്, അല്ലെ? ഏർലി ട്രെൻഡ്സ് ആണ്. അതായത് ഫെബ്രുവരി 16 മുതൽ 26 വരെ സർവേ നടത്തിയപ്പോൾ ഉള്ള മൂഡാണ്. അത് മാർച്ച് മാസത്തിൽ വേറെ മൂഡാവാം. ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടക്കുമ്പോൾ കുറച്ചുകൂടി മാറാം. ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാം. രാഷ്ട്രീയമായാണ് കേട്ടോ, അല്ലാതെ അല്ല. ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാം, മാറ്റങ്ങൾ ഉണ്ടാകാം. ടെക്ടോണിക് ഷിഫ്റ്റ് തന്നെ സംഭവിച്ചു കൂടായികയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇമ്പാക്ട് ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഏർലി ട്രെൻഡ്സ് ആണ്. ഇനി നമ്മൾ ഇത്തരത്തിലൊന്നും ആദ്യമായി തരും. ഇനി ഇതിന് ബാക്കി ഉണ്ടാവും, തുടർച്ച ഉണ്ടാവും. ഇനി സ്ഥാനാർത്ഥികൾ നിരന്നതിന് ശേഷം മത്സരചിത്രം വ്യക്തമായതിനു ശേഷം എന്താണ് ട്രെൻഡ് എന്ന് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. സമ്മതിദാനാവകാശം എന്ന് പറയുന്നത് വളരെ വളരെ വിലപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് ഇങ്ങനെ ആരോഗ്യകരമായി, സംവാദാത്മകമായി, രാഷ്ട്രീയം ചർച്ച ചെയ്ത്, വികസനം ചർച്ച ചെയ്ത്, എന്താണ് കേരളത്തിന് വേണ്ടതെന്ന വികസന അജണ്ട നിർണ്ണയിച്ചു പോകേണ്ട കാലമാണ്. അതിന് നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും. യഥാർത്ഥത്തിൽ അവരവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. അവർ യഥാർത്ഥത്തിൽ വിലയിരുത്തൽ നടത്തിയിട്ട് അവരുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും. ഒരു കാര്യം കൂടി, ഞങ്ങൾ ഇപ്പോൾ 2ാം ഘട്ടത്തിൽ ഇതേ സ്ഥലങ്ങളിൽ തന്നെ, അതായത് കൃത്യമായ മൂഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സ്ഥലങ്ങളിൽ തന്നെ നമ്മുടെ സർവേ എക്സിക്യൂട്ടീവുകൾ ഒരു മാസത്തിന് ശേഷം സ്ഥാനാർത്ഥികൾ വന്നതിന് സ്ഥലം മാറാതെ, കാരണം കൃത്യമായി ഈ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ സാമ്പിൾ പരമാവധി നമ്മൾ ശേഖരിക്കുന്നതായിരിക്കും. കൃത്യമായ ഒരു മൂഡ് അടുത്ത ഘട്ടത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. മൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് വോട്ടെടുപ്പ് നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അത്തരത്തിൽ ഒരു ഫലവുമായി നമ്മൾ വീണ്ടും വരും. തീർച്ചയായിട്ടും.